കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടിട്ട് 9 കൊല്ലം പൂർത്തിയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അവൾക്കൊപ്പം ക്യാമ്പയിനുമായി വുമൺ ഇൻ സിനിമ കളക്റ്റീവ്. 9 കൊല്ലം പിന്നിടുമ്പോഴും നീതി എത്രത്തോളമെന്ന ചോദ്യമുയർത്തിയാണ് ഈ പരിപാടി നടക്കുക. തിരുവനന്തപുരം മാനവീയം വീതിയിലും കൊച്ചി മറൈൻ ഡ്രൈവിലും കോഴിക്കോട് മാനാഞ്ചിറയിലും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മെഴുകുതിരി തെളിയിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ലാൽ കൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ലാൽ, ഗുഡ് മോർണിംഗ്. പറയൂ ലാൽ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് രാത്രിയിൽ തന്നെ അവരൊരു അതിജീവിതയായി മാറുകയായിരുന്നു. കാരണം ഒരു നിരന്തര പോരാട്ടത്തിനുള്ള മുന്നോട്ടുള്ള ഒരുക്കമായിരുന്നു നടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോരാട്ടം അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് പേരെ മുന്നോട്ട് വരാൻ ധൈര്യം കൊടുത്തു എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ആക്രമിക്കപ്പെട്ടാൽ ഇരയാക്കപ്പെട്ട് ഒതുങ്ങിക്കൂടി അതിൻ്റെ തിക്തഫലങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിരിക്കുന്നതിന് പകരം അതിനെ നിയമപരമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇരയാക്കിയ ആരാണോ ആ വേട്ടക്കാരൻ ശിക്ഷ കൊടുക്കാൻ വേണ്ടി നിരന്തര പോരാട്ടം നടത്തണം എന്ന ഒരു ഊർജ്ജമായിരുന്നു ആ നടി നൽകിയത്. ആ പോരാട്ടത്തിന് ഇപ്പോഴും മറുതി വന്നിട്ടില്ല എന്നതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, ഒരുപാട് പേർക്ക് പോരാടാനുള്ളൊരു ധൈര്യം കൂടിയായിരുന്നു അത് കൊടുത്തത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ പോരാട്ടത്തെ ചെറുതായി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എന്താണെങ്കിലും അതിൻ്റെ ബാക്കി പത്രം എന്നോണമാണ് വുമൺ ഇൻ കളക്റ്റീവ് ഇൻ സിനിമ എന്ന് പറയുന്നൊരു സംഘടന രൂപം കൊണ്ടിരുന്നത്. ആ സംഘടന രൂപം കൊണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള സമാനമായ സംഘടനകൾ ഉണ്ടാക്കാൻ സാധിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങളടക്കം ICC എന്ന് പറഞ്ഞ പേരിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി ഉണ്ടാക്കാനും ഇതെല്ലാം വലിയ കാരണമായതാണ്. അത്തരം ചരിത്ര സംഭവങ്ങൾ ഒരുപാട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ആ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്ന് ആ വാർഷികം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇരയാക്കപ്പെട്ട എല്ലാവർക്കും അവർ ഇരകളല്ല അതിജീവിതകളാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഈ WCCയുടെ നേതൃത്വത്തിൽ ഇന്ന് മെഴുകുതിരി കത്തിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. അത് കോഴിക്കോട് മാനാഞ്ചിറയിലും തിരുവനന്തപുരത്ത് മാനവീയം വീതിയിലും കൊച്ചിയിൽ കലാം മാർഗിലുമാണ്, കോർപ്പറേഷനോട് ചേർന്നുള്ള കലാം മാർഗിലുമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് ഒത്തുചേരണം എന്നുള്ളൊരു നിർദ്ദേശം ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ WCCയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. ഒരുപാട് പേര് ഐക്യദാർഢ്യവുമായി മുമ്പോട്ട് വരുന്നുമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പോരാട്ടങ്ങൾ തുടരുന്നതിന് കൂടുതൽ പ്രചോദനം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശശുദ്ധി എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.